ഹായ്, അപ്പോൾ തുടങ്ങാം. ഇത് കുറച്ച് നാൾ മുന്നേ എനിക്ക് കിട്ടിയൊരു പോർട്ടബിൾ DVD പ്ലെയറാണ്. ഓഡിയോ ബോക്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അതൊരു അമേരിക്കൻ ബ്രാൻഡാണ്. അതുപോലെ ഇത് കിട്ടിയ ടൈമിൽ പക്ക നീറ്റ് കണ്ടീഷനായിരുന്നു. ആരാണെങ്കിലും ഇത് ഉപയോഗിച്ചവർ പക്ക നീറ്റായിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് റിലീസായേക്കുന്നത് 2000 കാലഘട്ടത്തിലാണ്. അതായത് ഇപ്പോൾ 26 വർഷം മേളിലായി. അതുപോലെ ഇത് റിലീസ് ചെയ്ത ടൈമിൽ ഇതിൻ്റെ വില ഏതാണ്ട് $499 എങ്ങാണ്ട് വരുന്നതായിരുന്നു. അത് ഏറെക്കുറെ നമ്മുടെ ഇവിടുത്തെ 21,000 അല്ല 23,000 അതിനിടയ്ക്ക് ആ സമയത്ത് വില വന്നിരുന്നത്. അതുപോലെ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. CD റണ്ണാവുന്നുണ്ട്, പക്ഷേ റീഡാകുന്നില്ല. ഞാനത് മാനുവലായിട്ട് ഇതിൻ്റെ ഡോറ് ക്ലോസ് ചെയ്യുന്ന ആ സ്വിച്ച് മാനുവലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പം മനസ്സിലായത് ലെൻസ് വർക്കാകുന്നുണ്ട്, പക്ഷേ ലെൻസ് മൂവ് ആകുന്നില്ല. ലെൻസിൻ്റെ ഫോർവേഡും ബാക്ക്വേഡും മൂവ്മെൻറ്റ് കറക്റ്റ് ആകുന്നില്ല. ഇപ്പോൾ ഏതായാലും ഒന്ന് അഴിച്ച് ശ്രമിച്ച് നോക്കാമെന്ന് കരുതി. ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡിലൊക്കെ ഉള്ള സാധനം ആയതുകൊണ്ടാവാം ഇത്ര പക്കാ ബിൽഡ് ക്വാളിറ്റി. അതും ഇത്ര വർഷമായിട്ടും പ്രത്യേകിച്ച് ഡാമേജുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല. താനും ഫെയ്ഡുമായിട്ടില്ല, വേറൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതിൻ്റെ സ്ട്രിപ്പ് ഡിസ്കണക്ട് ചെയ്യണമായിരുന്നു, അത് ഡിസ്കണക്ട് ചെയ്തു. കൺട്രോൾ സ്വിച്ചിൻ്റെയൊക്കെ. അതുപോലെ ലെൻസിൻ്റെ സ്ട്രിപ്പും ഡിസ്കണക്ട് ചെയ്തു. ബാക്കിയൊന്നും കംപ്ലൈൻ്റ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയിലോട്ടൊന്നും അധികം അഴിക്കാൻ പോയില്ല. ഇതഴിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ലെൻസിൻ്റെ അവിടെ സ്റ്റക്കായിട്ടിരിക്കുക. ഒരു രീതിക്കും അനങ്ങുന്നില്ല. അതാ ലെൻസ് അഴിച്ചേക്കാമെന്ന് കരുതിയത്. അത് കഴിഞ്ഞിട്ട് മോട്ടർ നോക്കിയപ്പോൾ മോട്ടറിൻ്റെ സ്വിച്ചും ഗിയേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല. ലെൻസ് മൂവ് ആകുന്ന ഒരു സ്റ്റീൽ റോഡുണ്ട്, അതേലായിരുന്നു സ്റ്റക്കായിരുന്നത്. ഇത് കാണാം, നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, തുരുമ്പായിട്ടിരിക്കുമായിരുന്നു കുറച്ച് ഭാഗത്ത്. ഓക്കെ, അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പം വീണ്ടും തിരിച്ച് പിടിപ്പിച്ചേക്കാമെന്ന് കരുതി. എല്ലാം പഴയ പടി അസംബിൾ ചെയ്തേക്കാമെന്നാണ്. ലെൻസിലിട്ടു, ലെൻസ് കയറ്റിയിട്ടു. മൂവ്മെൻറ്റ് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പക്കാം. സ്ക്രൂ രണ്ടും തിരിച്ച് പ്രോപ്പറായിട്ട് മുറുക്കി. ഇനി ലെൻസ് തിരിച്ച് പിടിപ്പിച്ചേക്കാം. കണക്ട് ചെയ്തു. തിരിച്ചടച്ചു. സിമ്പിൾ. കാര്യങ്ങൾ അത്ര സിമ്പിളല്ലായിരുന്നു, ചെറിയൊരു പണി കിട്ടിയായിരുന്നു. സ്ട്രിപ്പ് കണക്ട് ചെയ്യാൻ നൈസായിട്ടൊന്ന് മറന്നു പോയായിരുന്നു, പക്ഷേ വീണ്ടും അത് തിരിച്ച് കണക്ട് ചെയ്തു. അതുപോലെ സ്ക്രൂ മുറുക്കുന്നതിന് മുന്നേ പ്രോപ്പറായിട്ട് വർക്കാവുമോ എന്നറിയാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഓക്കെ, പ്രോപ്പർ വർക്കിംഗ് ആണ്. സ്വിച്ചും എല്ലാം ഇതുവരെ ഒരു കുഴപ്പമില്ല, പക്ക വർക്കിംഗ് ആണ്. വോളിയം കുറഞ്ഞ് കിടക്കുമായിരുന്നു, അതായിരുന്നു ശബ്ദം വരാതിരുന്നു. കോപ്പിറൈറ്റ് വരുമോ എന്നറിയത്തില്ല. എന്താണേലും പാട്ട് പ്ലേ ആകുന്നുണ്ട്.
എന്തായാലും ഇത്തവണത്തെ അഴിച്ചുപണി സക്സസ് ആയിട്ടുണ്ട്. ശരി, അപ്പം എല്ലാം ക്ലിയറായിട്ട് പഴയപടി സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്തേക്കാമെന്ന് കരുതി. നേരത്തെ നമ്മളൊരു CD ആയി ഇട്ട് നോക്കിയത്. അത് ഇതിൽ DVD വർക്ക് ചെയ്യുമോ എന്നറിയാനായിട്ട് ഒരു DVDയും കൂടെ ചെക്ക് ചെയ്യാമെന്ന് കരുതി. ഓക്കെ, DVD വീഡിയോ കാണിച്ചു. ഓക്കെ, അപ്പോൾ DVDയും വർക്കാവുന്നുണ്ട്. അപ്പോൾ ശരി, വീണ്ടും കാണാം.